ഹേ എവരി വൺ, ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്. അതുകൊണ്ട് എൻ്റെ സിസ്റ്ററിന് ആദ്യമായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടായപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. നമ്മുടെ സിസ്റ്ററിന് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയത്ത് കല്യാണം കൂടെ കഴിയാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെക്കൻഡ് മോമായിട്ട് മാറുകയാണല്ലേ. കുളിപ്പിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും ഉറക്കുന്നതും എല്ലാം നമ്മളാണ്. നമ്മുടെ സിസ്റ്ററിനെ ജസ്റ്റ് ഫീഡ് ചെയ്തിട്ട് നമ്മളെ ഏൽപ്പിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ നോക്കൂലേ. അതുപോലെ തന്നെയായിരുന്നു എനിക്കും അവനിട്ടാ. അങ്ങനെ വർഷങ്ങൾ കഴിയും തോറും ഞങ്ങൾ ഒരുപാട് അടുത്ത് അങ്ങ് വന്നു. ഇപ്പം ആൾ എന്നെക്കാളും ഹൈറ്റും വെച്ചു. ഇതാണ് കേട്ടോ ആള്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവൻ്റെ ഉപ്പാൻ്റെ ഷോപ്പിലായിരുന്നു. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് വന്നു. ഇപ്പോൾ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്, അവൻക്ക് ഞാനും ജീവനാണ്. ചാച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ അവൻ്റെ ആ ഒരു സ്നേഹത്തിന് ഇന്നും ഒരു കുറവ് വന്നിട്ടില്ല കേട്ടോ. ഏതൊരു ഘട്ടത്തിലും എനിക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും എന്തൊരു കാര്യത്തിനാണെങ്കിലും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. പ്രായം കൊണ്ട് അവൻ ചെറുതാണേലും കാഴ്ചയിൽ അവൻ എന്നെക്കാളും വളർന്നു കേട്ടോ. പിന്നെ പക്വതയുടെ കാര്യത്തിൽ പ്രായത്തിലേറെയുള്ള പക്വത ഉണ്ട്. എന്തൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൻ്റെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കംഫർട്ട് ലെവലാണ് കേട്ടോ അവന്. അങ്ങനെ അവിടെ പോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോഴും ഒട്ടും തന്നെ ഓവർ റിയാക്റ്റ് അല്ലാത്ത അവൻ്റെ അടുത്ത് നിന്ന് ഇത്രയൊക്കെ എക്സ്പ്രഷൻസ് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചായയും സ്നാക്സും കഴിച്ചു, കേക്ക് കഴിച്ചു, പായസം കുടിച്ചു, എല്ലാം കഴിച്ച് നല്ല വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ മക്കൾക്ക് ഒരു സെക്കൻഡ് മോം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റീലൊന്ന് അയച്ചു കൊടുത്തേക്ക്, കൂടാതെ അവരെ മെൻഷനും കൂടെ ചെയ്തേക്ക്.